അല്ല, എനിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ഞാനാണല്ലോ ഈ ചർച്ചയിൽ അന്വേഷണം എന്നുള്ള ശക്തമായ ആവശ്യം ഞാനാണല്ലോ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് സ്ഥാപിച്ചിട്ട് അതിൻ്റെ മേൽ ചർച്ച നടത്തുമ്പോൾ അഭിലാഷിന് ഇടപെടാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞതെന്താ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു മാതൃഭൂമി പത്രത്തിൽ 90കളിൽ ഇതിൻ്റെ വിജയമല്യ അവിടെ കൊടുത്തതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിച്ചു. ആർക്കാ തർക്കം? ആ കണക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാനത് അഡീഷണലായിട്ട് പറഞ്ഞത്, അതിൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്, അങ്ങനെ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ആര് കൊടുത്താലും നേരത്തെ കമ്മീഷൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ രജിസ്റ്റർ ഉണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന അനന്തഗോപനും കൃത്യമായിട്ട് പറഞ്ഞു. എല്ലാത്തിനും റെസീപ്റ്റ് ഉണ്ട്, എല്ലാം രജിസ്റ്റർ സൂക്ഷിക്കും. അത് 1252 അമ്പലങ്ങളിൽ ഒന്നുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വിജയമല്യ അവിടെ എന്തെല്ലാം കൊടുത്തിട്ടുണ്ടോ അത് രജിസ്റ്ററിലുണ്ട്. അതിൽ കുറവ് വന്നിട്ടുണ്ടോ അത് രജിസ്റ്റർ പരിശോധിക്കും, മനസ്സിലാവും. അതിലൊരു തർക്കവും ഇല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കോൺഗ്രസ് പ്രതിനിധിക്ക് ഇത് CBI വിടുന്നതിനെ കുറിച്ചാണ്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയിലോടാണ് അവർക്ക് താല്പര്യം. അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് പല CBI അന്വേഷണങ്ങളും ഫ്ലോപ്പ് ആവുകയും ഇവിടുത്തെ അന്വേഷണം വിജയിക്കുകയും ചെയ്തു. ഇനി നാളെ ഇത് CBIക്കാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് ആർക്കാ തർക്കം? അതിൽ തർക്കമുള്ള കാര്യമല്ലല്ലോ. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഈ ഉണ്ണികൃഷ്ണനെ ഇതിനകത്ത് ബന്ധപ്പെടുത്തുന്നതിൽ ഉള്ള ഒരു താല്പര്യമില്ലായ്മ എന്താ? ഇപ്പം ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തിരുവാഭരണത്തിൻ്റെ ഈ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നൽകിയതായിട്ട് രജിസ്റ്ററിലില്ല. അത് നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഇത് അവിടെ കൊടുക്കാത്ത സാഹചര്യത്തിൽ, അങ്ങനെ രജിസ്റ്റർ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിങ്ങനെ കൊടുമ്പിരി കൊണ്ടുവരുമ്പോഴാണ് ഇദ്ദേഹം അതെടുത്ത് ഉന്നയിക്കുന്നത്. അതിനകത്താണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ചർച്ച ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞേ, പൊളിറ്റിക്സ് തന്നെ ചർച്ച ചെയ്ത് പോകണം. കാരണം അയ്യപ്പ സംഗമത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ബദൽ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച് കേരളത്തെ വർഗീയവൽക്കരിക്കാൻ ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്ന് വർഗീയ പ്രസംഗം നടത്തുകയും വാവർക്ക് അവിടെ ആചാര സംരക്ഷണം എന്നാലും ചർച്ച ചെയ്യുന്നത്. ആചാര സംരക്ഷണമാണല്ലോ വാവർ നടയിൽ പോയിട്ട് ശബരിമലയിൽ പോകുന്നത്. അതിന് വേണ്ട, ആ ആചാരം വേണ്ട എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ അത് ഉയർത്തിപ്പിടിക്കുകയും, രണ്ടാമത് സെക്കുലർ ഇടമല്ല ശബരിമല, അതിൻ്റെ എല്ലാ സെക്കുലർ പാരമ്പര്യവും നശിപ്പിച്ചിട്ട് പ്രത്യേക മതത്തിൻ്റെതാക്കി മാറ്റണം എന്ന് വാശി പിടിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. ശരി അഭിലാഷേ, ആ പൊളിറ്റിക്സ് നടപ്പിലാകാതെ വന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെടുക്കുമ്പോൾ, അയാളുടെ സഹോദരയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് കളിച്ച കളിക്ക് ഇവർക്ക് പരാതിയില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഇവർക്ക് ആക്ഷേപമില്ല. രണ്ടാമത്, ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനെന്ന് പറഞ്ഞത്? കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് അതുപോലെ വി മുരളീധരൻ പറഞ്ഞത് എന്താ? അദ്ദേഹം രാജിവെക്കണമെന്നാ. BJPയുടെ ശ്രീ വി മുരളീധരൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് ഈ വാചകം അദ്ദേഹം ഉപയോഗിച്ചേ. പ്രതിപക്ഷ നേതാവിൻ്റെ ക്രെഡിബിലിറ്റിയാണ് തകരുന്നത്. കാരണം പ്രതിപക്ഷ നേതാവിന് പറയാം അന്വേഷണം നടത്തണം, ഇത് കണ്ടുപിടിക്കണം, അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് പറ്റിയ കാര്യങ്ങളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നതിന് ക്രെഡിബിലിറ്റി അല്ലാതെ ഒരു ചെറിയ പോസ്റ്റല്ല പ്രതിപക്ഷ നേതാവ്. കേരളത്തിൽ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പോസ്റ്റാണ്, ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ്. അവിടെ ഇരുന്നുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത് സത്യസന്ധമായിട്ട് പറയണം. പിന്നെ ഇത് പറയുമ്പോൾ ഇത് ലാഘവത്തോടുകൂടി ആരാ കണ്ടത്? ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡിൻ്റെ കൃത്യമായ ഭരണഘടനയും അതിന് സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളും ഹൈക്കോടതിയുടെ നിരീക്ഷണവും എല്ലാം ഉള്ളൊരു സംവിധാനമാണ്. അതിനകത്ത് നിന്നുകൊണ്ട് ഇതിപ്പോൾ കേടായത് എന്നൊക്കെ ചോദിച്ചാൽ തന്ത്രി തന്നെ കൊടുത്ത കത്താണ്. മണികൾ വലിച്ചെറിഞ്ഞും നാണയങ്ങൾ വലിച്ചെറിഞ്ഞും നെയ്യിൻ്റെ പാട്ട പുറത്തേക്കെടുത്തുമൊക്കെ ഇത് കേടായിട്ടുണ്ടെന്ന് തന്ത്രി കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നന്നാക്കാൻ തീരുമാനിക്കുന്നത്. ഇത് അതിന്റെ പ്രൊമൈസസിൽ വെച്ച് ചെയ്യാൻ പറ്റാത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ് വേണ്ടി വന്നതുകൊണ്ടാണ്. ഇതെല്ലാം ദേവസ്വം ബോർഡ് വിശദീകരിച്ചതാണ്. അതിനുശേഷമാണ് ഇത് കൊണ്ടുപോയി അവിടെ ചെയ്യുന്നതുമല്ല. എന്നിട്ട് ഇത് ഇയാളുടെ കയ്യിലല്ല കൊടുത്തുവിടുന്നത്, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് കൊടുത്തുവിടുന്നത്. അതുകൂടെ ആവർത്തിച്ച് പറയണം. ദേവസ്വം ബോർഡ് നേരിട്ട് ചന്തയിൽ കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനകത്ത് ഇടപെടുന്നത്. 2019 വളച്ചൊടിച്ച് നമ്മൾ കൊണ്ടുപോകരുത്. 2019 അങ്ങനെ ആയിരുന്നില്ല. ശ്രീ അനിൽ ബോസ്, പിന്നെ ഇത് പൂജിക്കാം. ഇതിന്റെ വസ്തുത ഇതാണ്. വസ്തുത അങ്ങ് അഭിലാഷ് അവസാനം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാൻ പോവുകത്തിന്റെ മുമ്പിൽ ഇരുന്ന പറഞ്ഞ് പലയിടത്തും കൊണ്ടു കിടന്ന് ഇത്. ശരി, ഓക്കെ, ശ്രീ അനിൽ ബോസ്, ശരി, ഓക്കെ.